ശബ്ദം കേൾക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നലെയൊന്നുമായിട്ട് കേരളത്തിന്റെ മണ്ണില് വിദ്യാർത്ഥി പരിഷത്ത് അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ശബ്ദമായി മാറുകയാണ്. ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കേരള പോലീസിന്റെ വിദ്യയെ അറസ്റ്റ് ചെയ്യാത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടും സർവകലാശാലകളെ CPM-ന്റെ പാർട്ടി ഓഫീസുകളാക്കി മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനത്തെ എതിർത്തുകൊണ്ട് നടത്തിയ മാർച്ചിനെ പോലീസ് അതിക്രൂരമായിട്ടാണ് നേരിട്ടത്. അതിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തകർക്ക് പരിക്കുപറ്റി. അതിനുശേഷം പല ജില്ലകളിലും പ്രതിഷേധങ്ങൾ നടന്നു വരികയാണ്. ഇന്ന് ലേക്ഷർ ഹോസ്പിറ്റലിൽ എറണാകുളത്ത് അവയവ കച്ചവടം നടത്തി മനുഷ്യജീവൻ അപഹരിച്ച ആശുപത്രിക്കെതിരെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും പ്രമുഖ സംഘടനകളും പ്രതിഷേധിക്കാത്ത സമയത്ത് ABUP ആശുപത്രിക്കെതിരെ ലേക്ഷർ ഹോസ്പിറ്റലിന് മുമ്പിൽ മാർച്ച് നടത്തിയിരുന്നു. പോലീസ്, പിണറായി വിജയന്റെ പോലീസ് അതിക്രൂരമായി മാർച്ചിനെ അടിച്ചമർത്തുകയായിരുന്നു. തീർത്തും മനുഷ്യത്വരഹിതമായി ഒരു ജനാധിപത്യ രീതിയിലുള്ള സമരത്തെ എങ്ങനെ ചെയ്യാൻ പാടില്ല, എത്രത്തോളം കിരാതമായി അടിച്ചമർത്താം എന്നുള്ളതിന്റെ ഉദാഹരണമായിരുന്നു നടന്ന മാർച്ച്. അതില് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങള്, എല്ലാ മാധ്യമങ്ങളുമല്ല, പല മാധ്യമങ്ങളും പലരുടെയും വാക്കുകൾ കേട്ട് വാർത്തകള് പുറത്തുവിടാത്ത രീതിയിൽ ആ മാർച്ചിന്റെ പല വാർത്തകൾ കൊടുക്കാത്തൊരവസ്ഥ ഇന്ന് നമ്മൾ കണ്ടു. മാതൃഭൂമിയും ജനവും ANI പോലെയുള്ള ചാനലുകളല്ലാതെ മറ്റ് മുഖ്യധാര മാധ്യമങ്ങള്, ഏഷ്യാനെറ്റ്, മനോരമ, 24 തുടങ്ങിയ മാധ്യമങ്ങള് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് മടി കാണിച്ചുകൊണ്ട് ഇപ്പോഴും നിവർന്നു നിന്ന് മാധ്യമപ്രവർത്തനം ചെയ്യാൻ നട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവരുടെ ഇന്നത്തെ റിപ്പോർട്ടിംഗ്. ആ വാർത്ത മുക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ ചാനൽ മുറികളിലോ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരു മാധ്യമങ്ങളും ഈ വിഷയം വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിനെതിരെ സർക്കാരോ പ്രതിപക്ഷമോ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളോ പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന സമയത്താണ് ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ട് കൂടി പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ശബ്ദമായി മാറുവാൻ ABUP വിഷയം ഏറ്റെടുക്കുകയും മാർച്ചുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കടന്നു വരികയും ചെയ്തു. പക്ഷേ മാധ്യമ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് അവർക്ക് പിന്നിൽ അജണ്ടയുണ്ടെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തി. പലപ്പോഴും ഭരണകക്ഷി സർക്കാർ കഴിഞ്ഞ ദിവസം ലൈവ് റിപ്പോർട്ടിങ്ങിനിടെ റിപ്പോർട്ട് ചെയ്തതിന് ഏഷ്യാന്യൂസിന്റെ മാധ്യമപ്രവർത്തകരെ കേസെടുക്കുന്നത് നമ്മൾ കണ്ടു. എറണാകുളത്ത് മാധ്യമങ്ങളെ കൂച്ചി വിലക്കെടുന്നത്, സർക്കാരിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ കേസെടുക്കുമെന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി, ഒരു അധികാരവും ഇല്ലാത്ത CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന്. മുഖ്യമന്ത്രിയോ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിന്റെ പ്രതിനിധിയല്ല പറയുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ആ രീതിയിൽ പറയുന്ന സമയത്ത് ഇവർക്ക് മുന്നിൽ മുട്ടുമടക്കി പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന മാധ്യമ സ്ഥാപനങ്ങള് പല സിൻഡിക്കേറ്റിനും പിറകിലായി വാർത്തകള് വളച്ചൊടിക്കുന്ന രീതിയിൽ, വാർത്തകള് മുക്കുന്ന രീതിയിൽ, അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ സുഖിപ്പിക്കുന്ന രീതിയിൽ വാർത്തകൾ ഇല്ലായ്മ ചെയ്യുവാൻ തയ്യാറാവുന്നു. അതുകൊണ്ടൊന്നു മാത്രമാണ് കഴിഞ്ഞ ഇത്രയും ദിവസം ഈ മസ്തിഷ്ക മരണവുമായി ബന്ധപ്പെട്ടിട്ട് സാധാരണക്കാരായ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ലേക്ഷർ ഹോസ്പിറ്റലിലെ വാർത്ത നൽകുവാൻ തയ്യാറാക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹം അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ABUP സമരം ചെയ്തു അല്ലെങ്കിൽ എന്നുള്ളതല്ല ഇതിലുള്ള വിഷയം. മാധ്യമങ്ങൾ ഈ വാർത്ത കൃത്യമായിട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ വന്നിട്ട് കൂടി ഈ വാർത്ത കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പല മാധ്യമങ്ങളും സംസാരിച്ചത്. മാതൃഭൂമിയും ജനവും ഒഴിച്ചു മറ്റൊരു മാധ്യമം, ANI ഒഴിച്ചു മറ്റൊരു മാധ്യമം ഇതുവരെ ആ വാർത്ത കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. മാധ്യമങ്ങൾക്ക്, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചില ആളുകളെ ഭയമാണ്, ചില ആളുകളോട് വിധേയത്വമാണ്,
കൃത്യമായ രാഷ്ട്രീയം അവർക്ക് മുന്നിലുണ്ട്. അവർ കൊടുക്കുന്ന ഓരോ വാർത്തകൾക്കും കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഓരോരുടെയും വലിപ്പവും പരസ്യവും ഒക്കെ നോക്കിയിട്ടാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നൊക്കെ വാദോരാതെ സംസാരിക്കുമെങ്കിലും പല ആളുകളുടെയും മുന്നിൽ പഞ്ചപുച്ഛം മുടക്കി നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരെ നമുക്ക് കാണാം. പിണറായി വിജയന് മുമ്പിൽ കടപ്പുറത്ത് എന്ന് പറയുമ്പോൾ ഒരു വാക്ക് സംസാരിക്കാതെ പുറത്തു പോകുന്ന ആളുകൾ, ഇതേപോലെ ചാനൽ മുറികളിൽ ഇരുന്ന് ലൈവ് റിപ്പോർട്ടിങ്ങിനിടെ കേസെടുക്കുന്ന സമയത്ത് പ്രതികരിക്കാത്ത മാധ്യമങ്ങൾ, ഈ രീതിയിൽ കേരളത്തിലെ മാധ്യമ സമൂഹം മാറുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊതുജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ സമയത്ത് ഇങ്ങനെ ഒരു ലൈവ് വരണമെന്ന് തീരുമാനിച്ചത്. കൃത്യമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലെ പൊതുജനങ്ങളോടാണ്, വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകരോടല്ല മുഴുവൻ ആളുകളോടുമാണ് ഈ വിഷയം പുറത്തു കൊണ്ടുവരണം. ലക്ഷർ ഹോസ്പിറ്റലിനെതിരെ, അതിന്റെ പിന്മുറയിൽ പ്രവർത്തിച്ച ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രചരണം സാമൂഹ്യ മാധ്യമം വഴി നമ്മൾ തുടങ്ങണം. മാധ്യമങ്ങൾ ഏറ്റെടുക്കും, അല്ലെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുമെന്ന്, ചർച്ച ചെയ്യപ്പെടുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾ കൃത്യമായിട്ട് ഈ വാർത്ത കൊടുക്കാൻ സാധിക്കില്ല, മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് പ്രഷർ ഉണ്ട് എന്നുള്ള രീതിയിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ അത് നമ്മൾ പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വിഷയം ഏറ്റെടുക്കണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സമര പരിപാടികൾ, അതേപോലെ നിയമവശങ്ങൾ, സാധ്യമായ എല്ലാ നിയമവഴിയിൽ കൂടിയിട്ട് മുന്നോട്ട് പോകാനാണ് ഈ യുപിയുടെ തീരുമാനം. അതുപോലെ തന്നെ നിലവിൽ നടന്നു വരുന്ന SFIയുടെ അല്ലെങ്കിൽ CPMന്റെ ആളുകൾക്ക് സർവകലാശാലകളിലേക്ക് തീർത്തും പരീക്ഷ എഴുതാതെ പാസ്സാകുന്ന വിഷയം, പരീക്ഷ എഴുതാതെ അല്ലെങ്കിൽ തോറ്റ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ അഡ്മിഷൻ കിട്ടുന്ന വിഷയങ്ങൾ, വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ട് കേരളത്തിലെ സർവകലാശാലകളിൽ കോളേജുകൾ പഠിപ്പിക്കുന്ന അവസ്ഥ, വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ട് മൂല്യനിർണ്ണയം നടത്തുന്ന അവസ്ഥ, ഇതിനൊക്കെ അറുതി കാണുന്നതിന് വേണ്ടിയിട്ട് പോലീസ് കണ്ടിട്ട് കളി നടത്തുന്ന, വിദ്യ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ തിരുവോരങ്ങളിൽ സമരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് UP തീരുമാനിച്ചിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് UP തീരുമാനിച്ചിട്ടുണ്ട്. ഈ സമര പോരാട്ടങ്ങൾക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ആവശ്യപ്പെടുകയാണ്. അതേപോലെ ഈ മാധ്യമങ്ങളുടെ ഒളിച്ചുകളിക്കെതിരെ, ഇവരുടെ വിധേയത്വത്തിന്, ചിലരുടെ വിധേയത്തിന് തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് മുഴുവൻ ആളുകളും തയ്യാറാവണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്.